ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് മെൽബണിലെ ബെറിക് സിറ്റിയിലുള്ള ഒരു ലേക്കിലാണ്. ഈ ലേക്കിൽ ധാരാളം കൊക്കുകളും അതുപോലെ തന്നെ താറാവുകളെയും കാണാൻ സാധിക്കും. ഇതൊരു അരയന്നത്തെ പോലെ ഇരിക്കുന്ന ഒരു പക്ഷിയാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ആ ചുറ്റും കാണുന്നത്. ആ കാണുന്ന തുരുത്തിൽ ധാരാളം കൊക്കുകളെ കാണാം. ഇപ്പോൾ ഏതാണ്ട് സന്ധ്യാസമയത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ കൊക്കുകളെല്ലാം ഇവിടെ വന്നാണ് ചേക്കേറുന്നത്. ബെറിക് സിറ്റിയുടെ വളരെ സമീപത്താണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ ലേക്ക് സിറ്റിയുടെ മറുവശത്ത് ഇടതൂർന്ന വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു ചെറിയ വനപ്രദേശമാണെന്ന് തന്നെ പറയാം. ഈ വനത്തിൽ ധാരാളം പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും. അവ കാട്ടുപൂക്കളാണെന്നാണ് കരുതുന്നത്. ഈ ലേക്കിൻ്റെ ഒരു വശത്തുകൂടി ഫുട്പാത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ആ ഫുട്പാത്തിൽ കൂടി നമുക്ക് നടന്ന് ഈ പ്രകൃതി ഭംഗിയും ഈ ലേക്കിൻ്റെ സൗന്ദര്യവും ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈവനിങ് വാക്കിനും മറ്റും പോകുന്നതിന് ഏറ്റവും ഉചിതമായൊരു സ്ഥലം കൂടിയാണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം. ധാരാളം ആൾക്കാരാണ് ഈ ലേക്ക് കാണുന്നതിനും അതുപോലെ ഇവിടെയുള്ള ഈ ഫുട്പാത്തിൽ കൂടി സായാഹ്ന സവാരിക്കും മറ്റും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ വിദൂരത്ത് സ്ഥിതി ചെയ്യുന്ന സിറ്റിയുടെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സിറ്റിയോട് വളരെ ചേർന്നാണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഈ ഫുട്പാത്തുകളൊക്കെ ആധുനികമായ രീതിയിൽ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫുട്പാത്തിൻ്റെ നവീകരണം അധികം താമസിയാതെ തന്നെ പൂർത്തീകരിക്കുമെന്ന് കരുതുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ്. അസ്തമയ സമയം ആയതിനാൽ അതിനൊരു പ്രത്യേക ഭംഗി തന്നെ ഇപ്പോൾ കാണുന്നു. വനം പോലെ തോന്നിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കാണുന്നത്. ലേക്കിന് മറുവശത്തായി കാണുന്ന ഈ പച്ചപ്പ് വളരെയധികം ആൾക്കാരെയാണ് ആകർഷിച്ചു പോരുന്നത്.
ഞാനും വൈഫും കൂടിയാണ് ഈ സായാഹ്ന സവാരിക്ക് എത്തിയിരിക്കുന്നത്. വളരെ സമാധാനമായൊരു അന്തരീക്ഷത്തിൽ കൂടിയാണ് ഞങ്ങളുടെ യാത്ര. വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞതും അതുപോലെ തന്നെ നല്ല കുളിർമയുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഈ ലേക്കിൻ്റെ ആരംഭ ഭാഗമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ നടപ്പാതയുടെ ഇരുവശങ്ങളിലും വളരെ അധികം സീനറികളാണ് ഉള്ളത്. കണ്ടാൽ ഒരു നദി ഒഴുകുകയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവിടുത്തെ ജലം നിശ്ചലമാണ്, ഒഴുക്കില്ല. ഒരു തടാകത്തിൻ്റെ രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ സമയം സന്ധ്യയോട് അടുത്തിരിക്കുന്നതിനാൽ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. ഇരുട്ട് പടരാൻ തുടങ്ങിയിരിക്കുകയാണ്. ലേക്ക് കണ്ടതിന് ശേഷം ഞങ്ങൾ ലേക്കിന് അവിടെ നിന്ന് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സമീപമുള്ള ഒരു പ്രദേശമാണ്. ഈ ഭാഗമെല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2-3 വലിയ കുളങ്ങൾ കാണപ്പെടുന്നുണ്ട്. അവയ്ക്ക് ചുറ്റുമായിട്ട് ഫുട്പാത്തുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഫുട്പാത്തിൻ്റെ വശങ്ങളിലായിട്ട് ലോൺ പിടിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ ആണ്. ഈ ലേക്കിന് സമീപമുള്ള പ്രദേശങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് സമീപം ഒരു വലിയ ഗാർഡനുണ്ട്. ആ ഗാർഡൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഗാർഡനിലേക്കുള്ള വഴിയാണ്. ഗാർഡനിലേക്ക് ഒരു ഓവർപാസ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ഓവർപാസിൽ കൂടിയാണ് നടക്കുന്നത്. ഈ ഓവർപാസ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗാർഡനിലേക്കാണ് എത്തിച്ചേരുക. ഇത് വളരെ മനോഹരമായൊരു ഗാർഡനാണ്. മുമ്പേ നമ്മൾ കണ്ട ലേക്കിന് വളരെ സമീപം തന്നെയാണ് ഈ ഗാർഡൻ
നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഗാർഡനിൽ കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള പല സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ധാരാളം കുട്ടികളും മുതിർന്നവരും ഈ ഗാർഡനിൽ എത്താറുണ്ട്. അവർക്കുള്ള വിനോദ ഉപാധികൾ ധാരാളമായിട്ടിവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഗാർഡൻ്റെയും ലേക്കിൻ്റെയും സ്ഥലത്തു നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ ആകാശം വളരെ മനോഹരമായിരിക്കുന്നു. നീലാകാശമാണ്. എന്നാൽ കാർമേഘങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് വലിയ ഒരു പോണ്ടാണ്. ഇവിടെ ഗ്രാസ് വെച്ച് പിടിപ്പിക്കുന്നതിന് ഉള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു റെസിഡൻഷ്യൽ സ്ട്രീറ്റിൽ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ധാരാളം റെസിഡൻഷ്യൽ ഹൗസസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഫുട്പാത്താണ്. ആ ഫുട്പാത്ത് കൂടിയാണ് ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫുട്പാത്തിൻ്റെ വശങ്ങളുടെ ധാരാളമായിട്ട് പൂച്ചെടികൾ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലാണ് ഈ ഗാർഡനുകൾ പരിപാലിക്കുന്നത്. അവരുടെ ജീവനക്കാർ സ്ഥിരം ആയി വന്ന് ഈ പൂച്ചെടികൾ പരിപാലിക്കുകയും അതുപോലെ തന്നെ വേണ്ട ശുശ്രൂഷകളൊക്കെ അവയ്ക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അപ്പാർട്ട്മെൻറ്റ്സുകളാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ സ്ട്രീറ്റൊക്കെ വളരെ മനോഹരമായ പുൽത്തകിടികളെ കൊണ്ടും പൂച്ചെടികളെ കൊണ്ടും
ഈ സ്ട്രീറ്റ് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, മെൽബണിലും ഓസ്ട്രേലിയ മൊത്തവും ഇതുപോലുള്ള ഗാർഡനുകളും പൂച്ചെടികളും ഫുട്പാത്തുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ യാത്ര ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.